ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു JT Tales. ഈ വേനലിൻ്റെ ചൂടിൽ കുറച്ച് കുളിർമയേകാൻ വേണ്ടി ഞങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് സാജ് എർത്ത് റിസോർട്ട്. അങ്കമാലി നമ്മുടെ എയർപോർട്ടിനടുത്ത് ഒരു 1 കിലോമീറ്റർ അപ്പുറമാണ് ഈ സാജ് എർത്ത് റിസോർട്ട് ഉള്ളത്. ഒരു 12 ഏക്കേഴ്സിൽ വലിയൊരു ഏരിയയാണ് ഈ റിസോർട്ട്. ഇതിൽ നമ്മൾ രാത്രിയുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്, അതുപോലെ പകലും മൊത്തം നമ്മളൊരു 1 ഡേ ആണ് നമ്മളത് പ്രോഗ്രാം ചെയ്തത്. ഇതാണ് നമ്മുടെ റൂമൊക്കെ അത്യാവശ്യം നല്ല റൂമുകളാണ്. എല്ലാം ഇൻഡിവിജ്വൽ വില്ലാസാണ്, അല്ലാതെ ഒരുമിച്ചുള്ളൊരിതല്ല. പിന്നെ റൂം അത്യാവശ്യം വലിയ കിങ് സൈസ് ബെഡ്, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. TV, AC, അങ്ങനെ സാധാരണ റൂമിലെ പോലെ തന്നെ നല്ല വൃത്തിയും ഉള്ള ഒരു റൂമാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാത്റൂംസ് ആയാലും ഒക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ഒരു ബാത്ത് ടബും കൂടെയുണ്ട്. സാധാരണ ചിലപ്പോൾ നമ്മൾ കാണാറില്ല അങ്ങനത്തെ ഒരു പ്രത്യേകത. പിന്നെ ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സൈഡിലെ ഈ മിററിനപ്പുറം പൂളാണ്. അപ്പോൾ ഈ പൂളിലേക്ക് വ്യൂ ഉള്ള ഒരു റൂമാണിത്. പക്ഷേ പൂളിലേക്ക് ഡയറക്റ്റ് എൻട്രി ഇല്ല, അത് വേറെ ടൈപ്പ് റൂമുകളാണ്. ഇവിടെ പല ടൈപ്പ് റൂംസ് ഉണ്ട്. പൂൾ വ്യൂ ഉണ്ട്, പൂൾ എൻട്രി ഉണ്ട്, ഡബിൾ സൈഡ് പൂളുള്ള റൂംസ് ഉണ്ട്. അത് ഓരോന്നും നമ്മളതനുസരിച്ച് ഡ്യൂലക്സ്, പിന്നെ വേറെ റൂംസുകൾ, അങ്ങനെ എക്സിക്യൂട്ടീവ് റൂംസ്. ഇത് എൻട്രി ഉള്ള റൂമാണ്, അതായത് അവർക്ക് ഡോറ് തുറന്നാൽ പൂളിലേക്ക് അവർക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഏരിയാസ് ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇവിടെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൂളിലേക്ക് എൻട്രിയാണ്, നൈറ്റ് വരെ പൂളിലേക്ക് എൻട്രിയാണ്. ഇത് ഞാൻ പറഞ്ഞു 12 ഏക്കേഴ്സിൽ വലിയൊരു ഏരിയ ആണ്. ഇവിടെ ഓഡിറ്റോറിയം ഉണ്ട്, കൺവെൻഷൻ സെൻറ്റർ, അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്യുന്ന ഏരിയാസ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഒരു മാരേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്യുപ്പൈ ചെയ്യാൻ, മാരേജ് വേറെ ഫങ്ഷൻസൊക്കെ ഒരുപാട് പേരെ ഒക്യുപ്പൈ ചെയ്യാനുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററും കൂടി ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൻ്റെ അടുത്തായ കാരണം ഒരുപാട് പേർക്ക് വരാനൊക്കെ എളുപ്പമാണ്. കുറേ മലയാളീസ് മാത്രമല്ല, യൂറോപ്യൻസും ഒക്കെ ഇവിടെ കാണാറുണ്ട്. ഇവിടെ ഒരു മാരേജ് ഇപ്പോൾ നടക്കുന്നുണ്ട്. 2-3 ദിവസമായിട്ടൊരു മാരേജ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പൂൾ സൈഡിലുള്ള ബാറാണിത്. ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഇതിനേക്കാളും കൂടുതൽ നല്ല ഭംഗി. ഇത് ഐലൻഡ് റൂംസാണ് കാണുന്നത്, പൂളിലേക്ക് ഡബിൾ എൻട്രി ഉള്ളത്. പിന്നെ ഇത് പൂൾ ബാറാണ്. അതുപോലെ അവിടെ ഡൈനിങ് ഏരിയാസും ഉണ്ട്, നമുക്ക് ഫുഡ് അവിടെ വേണമെങ്കിൽ കൊണ്ടിരുന്ന് കഴിക്കാം. ഓക്കെ, ഇത് പൂൾ ബാറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ പൂളിലിരുന്നിട്ടും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാർ ഏരിയ. ഓക്കെ, ഇത് വലിയൊരു പൂളാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് ഒരു വലിയ ലോങ് ആയിട്ടുള്ള ഒരു നടപ്പാതയാണ്. ഇത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നടക്കാം, അല്ലെങ്കിൽ പിന്നെ വേറെ റൂമിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ ഗാർഡ്സ് നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പൊക്കെ ഉണ്ട്. വലിയൊരു ഏരിയ ആണ്. എല്ലാ കാര്യങ്ങളും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. റിക്രിയേഷൻ സെൻറ്റർ, ജിമ്മ്, സ്പാ, അങ്ങനെ എല്ലാ ഏരിയാസും. ഇത് റിക്രിയേഷൻ സെൻറ്ററാണ്. ഇവിടെ എല്ലാ ഗെയിംസും, ഒരുവിധം എല്ലാ ഗെയിംസും ഉണ്ട്. ബില്ലിയാർഡ്സും ടേബിൾ ടെന്നീസും അങ്ങനെ എല്ലാ ഗെയിംസും ഉണ്ട്. പിന്നെ ചെറിയ കിഡ്സ് പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് പൂളിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ പൂളിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാവുന്ന ചെറിയ ബോട്ടുകൾ, പിന്നെ വലിയ ബോട്ട് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിഡ്സ് പാർക്ക്. അവിടെയും നല്ലൊരു പ്ലേ ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൂളിന് ഈ ലെഫ്റ്റ് സൈഡിൽ 3 ഫീറ്റും ഈ റൈറ്റ് സൈഡിൽ 4.5 ഫീറ്റാണ്. ഈ കാണുന്നതാണ് ഐലൻഡ് റൂംസ്. 2 സൈഡിലും പൂളായിട്ടുള്ള റൂംസ്. അതാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് കൂടുതൽ റേറ്റുള്ള ആ റൂം. ഓക്കെ, വീണ്ടും നമ്മൾ ഈ ഒരു നടപ്പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു ജിംനേഷ്യം വർക്ക് ചെയ്യുന്നുണ്ട് റൈറ്റ് സൈഡിൽ. അവിടെ ഒരു മെഷീൻസ് എല്ലാം ഉണ്ട്, ഒരു ട്രെയിനർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് രാവിലെ വേണമെങ്കിൽ പോയി ജോഗിങ്, ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാം. വാക്കിങ്, ട്രെഡ്മില്ല് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിലുള്ള റൂംസ് അതും ഇതുപോലെ ഒരു ഒക്യുപ്പൈ ചെയ്യുന്ന റൂമാണ്. പക്ഷേ പൂൾ വ്യൂ ഇല്ല. പക്ഷെ ഒരു വാള് കഴിഞ്ഞാൽ അവർക്ക് ആ പൂളിലേക്ക് എൻട്രി ചെയ്യാം ഈ റൂമുകാർക്ക്. അങ്ങനെ 3-4 ടൈപ്പ് റൂംസ് ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് നല്ല ലോണൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് പൂളിലേക്കുള്ള വ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഇംഗ്ലീഷ് പീപ്പിൾ ആയാലും അവർക്ക് ഒരു ആക്സസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. കൊച്ചിൻ ആ ഒരു ഭാഗത്തുനിന്ന് വരാനൊക്കെ എളുപ്പമായിട്ട്.
അല്ലെങ്കിൽ ഒരു നമ്മുടെ എയർപോർട്ടിനടുത്തായതുകൊണ്ട്. ഓക്കെ, ഇത് അത്യാവശ്യം ഒരുപാട് മരങ്ങൾ, ബാംബൂ ട്രീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, എന്നും വളരെ വൃത്തിയായിട്ട് എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു ഏരിയ ആണ്. ഒരു 1 ഡേ നമുക്ക് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നല്ല ലക്ഷറി ആണ്. ഇംഗ്ലീഷ് ഐറ്റംസും പിന്നെ അതുപോലെ ഡോണറ്റ്സ്, അങ്ങനത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെ ഇന്ത്യൻ കേരളൈറ്റ്സ് ടൈപ്പ് ഇഡ്ഡലി, ദോശ, പൂരി അങ്ങനത്തെ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഡെസേർട്ട്സ്, ടീ, കോഫി, അങ്ങനെ എല്ലാ റൈസിൻ്റെ എല്ലാം ഇവർ ഹോട്ടായിട്ട് തന്നെയാണ് സെർവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. എല്ലാ കാര്യങ്ങളും നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നൈറ്റ് വ്യൂ ആണ്. ബാംബൂ ട്രീസും എല്ലാവിടെയും അവർ അത്യാവശ്യം ലൈറ്റ്സൊക്കെ വെച്ച് നല്ല ബിഗ് പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവൈലബിൾ ആണ്. പിന്നെ നൈറ്റിൽ ഇവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ മ്യൂസിക് ബാൻഡ് പോലെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾ ആൻ്റണി എന്ന് പറഞ്ഞ ഒരാൾ വന്ന് പാടുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അവിടെ പ്രോഗ്രാം, അവിടെ ഒരു മാരേജിൻ്റെ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ അതിൻ്റെ ആളുകളാണ്, അതുമായി ബന്ധപ്പെട്ട ആളുകളാണ് അവിടെ ആ ഒരു കൺവെൻഷൻ സെൻറ്ററിലുണ്ട്. പിന്നെ ഇതാണ് ആ ഒരു റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഒക്കെ അവിടെ നമ്മൾ നല്ലൊരു വെൽ മെയിൻറ്റെയിൻ സ്റ്റാഫുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് എന്താ പറയുക, എല്ലാം ചെന്ന് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വെൽക്കമിങ് ആയിരിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റാഫാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇതാണ് റിസപ്ഷനും ഏരിയാസും. ഇതാണ് സാജ് എർത്ത് റിസോർട്ടിന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഫിലിം മേക്കർ, ഒരു സാജൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ആയിട്ടുള്ളൊരു ഇതാണ് ഈ ഒരു സ്ഥാപനം. ഓക്കെ, പിന്നെ ബാക്കി ഓഫീസ് കാര്യങ്ങളൊക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് കൺവെൻഷൻ സെൻറ്റർ. അതിൻ്റെ അപ്പുറത്താണ് കഫ്റ്റേരിയയും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 12 acres ഒരു 1 ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. ഓക്കെ, ഇത് റിസപ്ഷൻ്റെ അടുത്ത് ഓപ്പോസിറ്റായിട്ട് ആ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതാണ്, ജസ്റ്റ് ലെഷർ ആക്ടിവിറ്റീസിനൊക്കെ ആയിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നേരത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ ഒരു കഫ്റ്റേരിയ പോർഷൻ, ഈ ഒരു പോർഷനിൽ ചിലപ്പോൾ ഫങ്ഷൻസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ബുഫേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണ് ഇവിടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ പുറത്തിരുന്നും വേറെ കഫ്റ്റേരിയയിലും കഴിക്കാം, ഇവിടെയാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം. എല്ലാം നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ഒരു നൈറ്റ് വ്യൂയിലേക്ക് നമ്മൾ ഒന്നും കൂടി പോവുകയാണെങ്കിൽ ഇത് പൂൾ ബാറിൻ്റെ വ്യൂ ആണ്. നൈറ്റ് വളരെയധികം ആക്റ്റീവാണ് ഇവിടെ. ഈ ഒരു 8 മണി 8:30 നേരത്തും പൂളിൽ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് പീപ്പിൾസും എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് പുറത്തിരുന്ന് കഴിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിലിരുന്ന് കഴിക്കാം. ഐറ്റംസൊക്കെ സാധാരണ എല്ലാവരുടെയും കിട്ടുന്ന എല്ലാ ഐറ്റംസും, ഇന്ത്യൻ, തായ് വിഭവങ്ങളോ ഏതാണെങ്കിലും എല്ലാം നമുക്കുണ്ട്. നമ്മൾ ചിക്കൻ സാലഡും തന്തൂരി ചിക്കനൊക്കെ ഓർഡർ ചെയ്തു. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. സൂപ്പ് ഭയങ്കര ഒരു സ്പൈസി സൂപ്പായിരുന്നു. അത് ഇതിൻ്റെ ഒപ്പം നമുക്ക് ആ പാട്ടും കേൾക്കാം, ആൻ്റണിയുടെ പാട്ട് കേൾക്കാം. ഇപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ അയാൾ പാടും, അല്ലെങ്കിൽ കരോക്കെ വെച്ചിട്ട് സോങ്ങുകൾ പാടിക്കൊണ്ടേയിരിക്കും. നല്ല രീതിയിൽ നല്ലൊരു സിംഗറാണ്. അങ്ങനെ നമുക്കത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർ പറയുന്ന സോങ്സൊക്കെ പാടിക്കൊടുക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ അവരത് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രത്യേകതകളാണ് ഇത്ര. എല്ലാ കാര്യങ്ങളും ഉണ്ട്. റൂംസ്, കാര്യങ്ങളുടെ ഡയറക്ഷൻസ് എല്ലാം എഴുതി വെച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. അവിടെയുണ്ട് ഒരു കഫ്റ്റേരിയ. ഒരു 2-3 ഏരിയാസ് ഉണ്ട് ഇവിടെ. അത്രയും ആളുകളെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരുപാട് ആളുകൾ വരികയാണെങ്കിലും അറ്റ് എ ടൈം അവർക്കത് ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു സ്പാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏരിയ ഉണ്ട്. നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവർ സ്പാ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് ഒരു ചായക്കട. 4 മണിക്ക് നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ചായ, വട അങ്ങനത്തെ ഐറ്റംസൊക്കെ സെർവ് ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. നല്ലൊരു, ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ മിൽക്കോ അങ്ങനെ പറഞ്ഞാലൊക്കെ അവരത് ചെയ്തു തരും. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയതാണ്. നല്ലൊരു വടയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പൂളും കാര്യങ്ങളിലേക്കൊക്കെ പോയത്. ഇത് സ്പാ ഏരിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. സീ യു.